ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഓറിയോ കേക്കാണ്. ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് നമുക്കൊരു കേക്കിൻ്റെ റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഓറിയോ കേക്കിന് ആവശ്യമായ സാധനങ്ങൾ മെയിനായിട്ട് നമുക്ക് ഓറിയോ ബിസ്ക്കറ്റാണ്. ക്രീം ബിസ്ക്കറ്റ് വേണം. അത് ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. 500 ഗ്രാം. ഒരു ബിസ്ക്കറ്റ് 100 ഗ്രാം വെച്ചാണ്. 100 ചില്ലറ വരും, 100 ഗ്രാം. അപ്പോൾ 5 ബിസ്ക്കറ്റ് ഞാൻ എടുത്തേ. പിന്നെ നമുക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് വേണം, പാല് വേണം, പിന്നെ നമുക്ക് ഒരു 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ ബേക്കിംഗ് പൗഡർ. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബിസ്ക്കറ്റ് പൊട്ടിച്ച് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് മുട്ടയും പൊട്ടിച്ചൊഴിച്ച് എണ്ണയും ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് നമുക്ക് പാലും ഒഴിച്ച് എടുക്കാം. അപ്പം ഞാൻ അതിനുള്ള പാത്രം ഇവിടെ, കേക്കിൻ്റെ പാത്രം നെയ്യ് തേച്ച്, നെയ്യോ ബട്ടറോ, അപ്പം ഞാനിവിടെ നെയ്യ് തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാം. നമുക്ക് അടുപ്പിൽ തന്നെ വെച്ചിട്ട് ചൂടാക്കി അതിൽ തന്നെ പാത്രം ഇറക്കി വെച്ച് നമുക്ക് 30 മിനിറ്റ് ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പം നമുക്ക് ബിസ്ക്കറ്റ് പൊടിക്കാം. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കൊരു 3 മുട്ട ഒഴിച്ച് നല്ലപോലെ അടിച്ചെടുക്കാം. 3 മുട്ട ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ലേശം ഒരു വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. മുട്ട ഉള്ളതുകൊണ്ട് ഒരു മണം. ലേശം ഒരു വാനില എസൻസ് ഒഴിച്ചു. ഇനി നമുക്കിത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തേ. 1 കപ്പ്, ചെറിയ കപ്പിൽ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ബേക്കിംഗ് സോഡയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ. ഇതും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് പാലും കൂടെ ഒഴിച്ച് ആ കേക്കിൻ്റെ ബാറ്റർ എങ്ങനെയാണ് റെഡിയാക്കണം അതേപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഇങ്ങനെ പാലൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഈ പരുവായി. പക്ഷേ കുറച്ചുകൂടി നമുക്ക് ഇത്തിരി ഒരു ലൂസ് വേണം. അപ്പോൾ നമുക്ക് ലേശം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ലൂസായിപ്പോയാൽ പാടല്ലേ. അപ്പോൾ ആ കേക്കിൻ്റെ ഒരു ബാറ്റർ നമ്മളിങ്ങനെ ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പം നമുക്ക് അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ഓറിയോ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെയാണ് ഇങ്ങനെ വിട്ട് വീഴുന്ന അതേപോലെ ഒരു പരുവമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പാല് കുറേശ്ശെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. അതനുസരിച്ച് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ചെയ്തു. പിന്നെ ഇതിൽ 3 മുട്ട ഒഴിച്ചത്, 3 മുട്ട, ആവശ്യത്തിന് പാല്, പിന്നെ നമ്മൾ വാനില എസൻസ് ഞാൻ ഒരു സ്പൂണ് ചേർത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ 1.5 സ്പൂണ് ചേർത്തിട്ടുണ്ട്. ഒരു ലേശം ബേക്കിംഗ് സോഡയും കൂടെ ഞാൻ ചേർത്തു. പിന്നെ നമുക്ക് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കേക്കിൻ്റെ സെറ്റാക്കി വെച്ച പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കത് ബേക്ക് ചെയ്ത് എടുക്കാം. ഇനി ഞാനത് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് തട്ടി സെറ്റാക്കി നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ പാത്രം നല്ലപോലെ ചൂടായി കിടക്കുകയാണ്. അപ്പോൾ അതിലോട്ട് നമ്മൾ വച്ച് കൊടുത്ത് പിന്നെ തീ അങ്ങ് സിമ്മാക്കണം. ആദ്യം നല്ലപോലെ ചൂടായാലാണ് വച്ച് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ സിമ്മാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കേക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു അടപ്പ് വെച്ച് അടച്ച് ഒരു 30 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നോക്കി ഒരു സ്റ്റിക്ക് എല്ലാം വെച്ച് നോക്കിയിട്ട് ആയെങ്കിൽ നമുക്ക് മാറ്റാം. ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ ചൂടായ ഇതിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇത് നല്ലപോലെ ചൂടായ പാത്രത്തിൽ തന്നെയാണ് വച്ചിരിക്കുന്നത്. അപ്പം നമുക്കൊരു അടപ്പ് വെച്ച് അടച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കാം. തീ സിമ്മാക്കാൻ മറന്നു പോകരുത്, സിമ്മാക്കണം. അപ്പോൾ നമ്മുടെ ഓറിയോ കേക്ക് ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് മാറ്റാം.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇവിടെ ഓറിയോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടൊരു ഓറിയോ കേക്കാണ് ഞാൻ ചെയ്തത്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. പിന്നെ ഇതിലെ ഒരു സംഭവം ഞാൻ പറഞ്ഞത്, 1.5 സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ സോഡ എന്ന് പറഞ്ഞു പോയി. സോഡ എന്ന് പറഞ്ഞാൽ ഒരു ലേശമേ ഇടാവുള്ളൂ. ബേക്കിംഗ് പൗഡറാണ് 1.5 സ്പൂൺ ഇട്ടത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കൂ. എന്നിട്ട് ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നതിലേക്കും ബൈ. നല്ല സ്പോഞ്ചായിട്ടുള്ള, നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്നുണ്ട് കേക്ക്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും.